കുത്തുബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുത്തുബി മൂന്നാമത്തെ ക്ലാസ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. വഉസവ്വിഫുൽ അംറ മിൻ യൗമിൻ ഇലാ യൗമിൻ. അങ്ങനെ വഉസവ്വിഫുൽ അംറ, ഇവര് ആവശ്യപ്പെട്ടതായ കാര്യം റിസാലത്തു ശംസിയയെ ശറഹ് ചെയ്യാ എന്ന എന്നോട് ആവശ്യപ്പെട്ട വിഷയം ഞാൻ മാറ്റിവെച്ചു, പിന്തിപ്പിച്ചു. മീ യൗമിൻ ഇലാ യൗമിൻ, ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലേക്ക്. നാളെ നാളെ ഇന്നല്ല നാളെ, ഇന്നല്ല നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പിന്തിപ്പിച്ചു. പക്ഷെ ഞാനത് പിന്തിപ്പിക്കുവാനുള്ള കാരണം എന്താണ്? ലി ഇഷ്തിഗാലി ബാലി, എന്റെ ഹൃദയം ജോലിയായതിനു വേണ്ടിയിട്ടാണ്. കാരണം എന്റെ ഹൃദയത്തിൽ ഒരുപാട് ശുഗലുകൾ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ജോലികൾ, ശുഗലുകൾ. അത് കാരണമായി ആ ഭാഗത്തേക്ക് എനിക്ക് പെട്ടെന്ന് തിരിയാൻ സാധ്യമാവാതെ വന്നപ്പം ഞാനത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനത് പിന്തിപ്പിച്ചു. ഏത് രൂപത്തിൽ? കദിസ്തൗല അലിയ സുൽത്താനുഹു, കദിസ്തൗല അലിയ, എന്റെ മേലില് കഹ്ർ ചെയ്തിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. ഇവിടെ ഇസ്തൗലക്ക് അങ്ങനെ അർത്ഥാണ് ഏറ്റവും യോജിപ്പ്. അതായത് എന്നെ കഹ്ർ ചെയ്തു, എന്നെ മൻഅ ചെയ്തു. എന്താണ്? സുൽത്താനുഹു, ഇസ്തിഗാലിന്റെ ശിദ്ദത്ത്. കാരണം അത്രക്കും ഗൗരവമായ പല കാര്യങ്ങളും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇവരിത് ആവശ്യപ്പെട്ടതായ സമയത്ത്. മാത്രമല്ല വഖ്തിലാലി ഹാലി, എന്റെ സമയങ്ങൾ, കാലങ്ങൾ തകരാറായ കാരണത്തിന് വേണ്ടിയിട്ടും. സമയങ്ങൾ തകരാറാണ്. കാരണം സമയം വല്ല ക്ലിയറില്ല. ഞാൻ ആ ഉദ്ദേശ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റിയ ഒരു സാഹചര്യമല്ല എനിക്കുണ്ടായിരുന്നത്. അതാണ് അവർ അങ്ങനെ പറഞ്ഞത്. വഖ്തിലാലി ഹാലി. മാത്രമല്ല കത് തബയ്യന, വ്യക്തമായിരിക്കുന്നു. ലദയ്യ, എന്റെ മേലിൽ, ബുർഹാനു, അതിന്റെ തെളിവുകൾ വ്യക്തമായിട്ടുണ്ട്. എനിക്കങ്ങനെ പറ്റൂല, പറ്റുന്നില്ല എന്നതിന്റെ മേൽ അറിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ എന്റെ അടുക്കൽ നിരവധി ഉണ്ട്. ഞാൻ വെറുതെ പറയൊന്നുമല്ല. ഏതായാലും ശരി. വബിഇൽമി, ഞാൻ മനസ്സിലാക്കിയത് കാരണമായി. എന്താണ് ഞാൻ മനസ്സിലാക്കിയത്? ബി അന്നൽ ഇൽമ, തീർച്ചയായിട്ടും ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന മന്തിക്കിന്റെ ഇൽമ്. ഈ ആദൽ അസുരി, ഈ കാലഘട്ടത്തില് കത് ഖബത്ത് നാറുഹു, കത് ഖബത്ത് മറഞ്ഞു പോയിരിക്കുന്നു. നാറുഹു, അതിന്റെ പ്രകാശം, മനസ്സിലായില്ലേ? അതിന്റെ ശോഭ, അതിന്റെ ശോഭകളൊക്കെ കട്ടണഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല വല്ലത്തിൽ അദ്ബാറ അൻസ്വാറുഹു, ഈ മന്ദിക്കിന്റെ വിഷയങ്ങൾക്ക് സഹകരിച്ചു കൊണ്ടിരുന്നതായ ആളുകള് അവര് പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു. അവര് പിന്തിരിയുകയും ചെയ്തു. ആ സമയമാണ് അവരെന്നോട് ആവശ്യപ്പെട്ടതായ സാഹചര്യം. ഏതായാലും ശരി. പക്ഷെ ഇല്ല അന്നഹും, എങ്കിലും ഇവര്, ഈ ആവശ്യപ്പെട്ടതായ ഈ ആവുകള് ഞാൻ അവരുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാ? സ്വീപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് ഉയർത്തിക്കളയുക, അത് മാറ്റി നിർത്തുക. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിനൊരു പിന്തിപ്പിക്കുക. ഇത് ഞാൻ അധികരിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ സാധിക്കൂല, സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇസ്ദാദു ഹസ്സം വ തശ്വീഫ, ഒരു വിടുന്നില്ല. ഇസ്ദാദു, അവരധികരിപ്പിച്ചു. എന്തിനെയാണ് അവരധികരിപ്പിച്ചത്?
ഹസൻ പ്രേരിപ്പിക്കലിനെ, അതേപോലെ അതിനെ സംബന്ധിച്ചുള്ള ആഗ്രഹവും. പക്ഷെ ഞാൻ എന്ത് അതിനെ തൊട്ടുള്ളതായ അവരുടെ ആവശ്യം ഞാൻ അത് നടപ്പിൽ വരുത്തുന്നതിന് എത്രമാത്രം റിജക്ട് ചെയ്തോ അതടിസ്ഥാനത്തിൽ, എത്രമാത്രം അതിനെ നിരാകരിച്ചോ അതടിസ്ഥാനത്തിൽ അവര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പ്രേരണ, അതിനോടുള്ളതായ ആഗ്രഹം അവർക്കത് വർദ്ധിപ്പിച്ചു. ആകയാൽ അവസാനം എന്താ സംഭവിച്ചത്? ഫലം മജിദ് ബുദ്ധം മിൻ ഇസ്ആഫിഹിം ബിമഖ്തറഹു. ഫലം മജിദ്, ഞാൻ എത്തിച്ചില്ല. ബുദ്ധൻ, ഒരു ബുദ്ധിനെ രക്ഷപ്പെടലിന് ഞാൻ എത്തിച്ചില്ല. ഫിറാറ് എന്നുള്ള അതിന്റെ അർത്ഥം. ഫലം അജിദ് ബുദ്ധൻ, ഒരു ഓടിപ്പോവലിനെ രക്ഷപ്പെടലിനെ. എങ്ങനെ? മിൻ ഇസ്ആഫിഹിം, അവരുടെ ആവശ്യം ഞാൻ നിർവഹിച്ചു കൊടുക്കുന്നതിനെ തൊട്ട്. ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിനെ തൊട്ട് ഒരിക്കലും എനിക്ക് എന്തില്ല, ഓടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ എത്തിച്ചില്ല. ഏത് നിർവഹിച്ചു കൊടുക്കുക? ബിമഖ്തറഹു, അവരാവശ്യപ്പെട്ടതായ കാര്യം ഞാൻ നിർവഹിച്ചു കൊടുക്കുക, അതിനെ തൊട്ടും. മാത്രമല്ല വഈസ്വാലിഹിം, എന്താണ്? വഈസ്വാലിഹിം, അവരെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെ തൊട്ടും. എന്താണ് അവരെ എത്തിച്ചു കൊടുക്കുന്നത്? ഇലാ ഗായത്തി മൽതമസ്, അവരാവശ്യപ്പെട്ടതായ കാര്യത്തിന്റെ അറ്റത്തിലേക്ക്. അവരാവശ്യപ്പെട്ടത് ഏതാത്? ചെയ്തു കൊടുക്കലല്ലേ? ആ വിഷയത്തിലേക്ക്, അതിലേക്ക് എന്തില്ല, അവരെ ഞാൻ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തെ തൊട്ടും എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമാവാതെ വന്നു. ഏതായാലും ശരി, فوجهت ركاب النغر إلى مقاصد مسائرها, അങ്ങനെ ഞാൻ നേരിടിച്ചു. റികാബൻ നഗരി, ചിന്തയാകുന്ന വാഹനങ്ങളെ ഞാൻ നേരിടിച്ചു. ഇലാ മഖാസിദി മസായിരിഹ, ഈ റിസാലത്തു ശംസിയയിലുള്ള മസ്അലകളാൽ ഉദ്ദേശിക്കപ്പെടുന്നതായ വിഷയങ്ങളിലേക്ക് എന്റെ നെറിനെ, എന്റെ ചിന്തയാകുന്ന വാഹനങ്ങളെ ഞാൻ നേരിടിച്ചു. ഇനി ഏതായാലും അവര് പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അങ്ങനെ വസഹബത്തു മത്താരിഫൽ ബയാൻ, അങ്ങനെ വസഹബത്തു, ഞാൻ എന്ത് ചെയ്ത്? വലിച്ചു കൊണ്ടുവന്നു. മത്താരിഫൽ ബയാനാത്തി, ഞാൻ വലിച്ചു കൊണ്ടുവന്നു. എന്തിന്? മത്താരിഫൽ ബയാനാത്തി, ബയാനുകളാകുന്ന മത്താരിഫിനെ ഞാൻ എന്ത് ചെയ്ത്? മത്താരിഫ് പോലുള്ള ബയാനിനെ ഞാൻ എന്ത് ചെയ്ത്? വലിച്ചു കൊണ്ടുവന്നു. ഞാൻ എന്ത് ചെയ്ത്? വലിച്ചു കൊണ്ടുവന്നു. അതായത് ജറത്തുൽ ബയാനാത്തില്ലത്തി ഹിയ കൽ അംതാലിൽ വാസിയത്തി വൽ ഹുസ്നി എന്ന് വെച്ചാൽ ഇതിന്റെ മാന എന്താണ്? അതായത് ഈ വ്യക്തമായ രൂപത്തിലുള്ളതായ ദലീലുകളെ ഞാൻ എന്ത് ചെയ്ത്? കൊണ്ടുവന്നു. അതാണ് വസഹബത്തു മത്താരിഫൽ ബയാനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള താല്പര്യം അതാണ്. അതായത് ഈ വിഷയങ്ങൾ വിശദീകരിക്കാനും റിസാലത്തു ശംസിയനെ വേണ്ട രൂപത്തിൽ ഞാൻ വിവരിക്കാന്, അത് ചർച്ച ചെയ്യാന്, അത് ശറഹ് ചെയ്യാന് എന്ത് ചെയ്യാ പറ്റിയതായ രൂപത്തിലുള്ള ദലീലുകളൊക്കെ ഞാൻ എന്ത് ചെയ്ത്? തേടി പിടിച്ചു കൊണ്ടുവന്നു. എവിടെയാണ് ഞാൻ കൊണ്ടുവന്നത്? ഫി മസാലിക്ക് ദലായിലിഹ, അതിന്റെ ദലീലുകളുടെ മാർഗങ്ങളിലായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അതിനാവശ്യമായ ദലീലുകളൊക്കെ ഞാൻ എന്ത് ചെയ്ത്? കൊണ്ടുവന്നു. അപ്പൊ ദലീലുകളും കിട്ടി, അതിനുള്ളതായ മലക്കയൊക്കെ ഞാൻ കരസ്ഥമാക്കി. ഇനി മലക്കൊക്കെ കരസ്ഥമാക്കിയതിന്റെ അടിസ്ഥാനത്തില് ഇനി എന്ത് ചെയ്യണം? ഇനി കിതാബ് ഉണ്ടാക്കണം. ഇനി കിതാബ് ഉണ്ടാക്കലാണത് ആവശ്യം. ഇനി കിതാബ് ഉണ്ടാക്കലാണ് ആവശ്യം. ഏതായാലും വശറഹ്തുഹാ, ഞാൻ ഈ റിസാലത്തു ശംസിയെ എന്ത് ചെയ്ത്? ശർഹ് ചെയ്തു. വശറഹ്തുഹാ, ഞാൻ ശർഹ് ചെയ്തു. എങ്ങനത്തെ ശറഹാണ്? ശറഹൻ,
ഒരു ശരഹ് ഞാന് ശരഹ് ചെയ്തു. വശരഹൻ ഒരു ശരഹ് ഞാന് ശരഹ് ചെയ്തു. അങ്ങനെ ശരഹത്തുഹ ഞാൻ അതിനെ ശരഹ് ചെയ്തു. എങ്ങനത്തെ ശരഹാണ്? ശരഹൻ ഒരു ശരഹ്. കശഫൽ അസുദാഫ അൻ വുജൂഹി ഫറായിദി ഫവായിദിഹ. കശഫ നീക്കിക്കളയുന്നതായ ശരഹ്. കശഫ നീക്കിക്കളയുന്നതായ ശരഹ്. എന്തിനെയാണ് നീക്കിക്കളയുക? അൽ അസുദാഫ അൽ അസുദാഫ മറഞ്ഞു കിടക്കുന്നതായ വിഷയങ്ങളെ, മറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ വെളിവാക്കുന്ന ശരഹ്. ഏതിനെ തൊട്ടാണ് വെളിവാക്കുന്നത്? അൻ ഉജൂഹി ഫറായിദി ഫവായിദിഹ. അൻ ഉജൂഹി ഫറായിദി ഫവായിദിഹ. റിസാലത്തു ശംസിയ, റിസാലത്തു ശംസിയയുടെ ഫായിദകൾ, റിസാലത്തു ശംസിയനാത് ഉദ്ദേശിക്കുന്ന ഫായിദകൾ, വിഷയങ്ങൾ, അതായത് ഒറ്റപ്പെട്ടതായ വിഷയങ്ങൾ. ആ ഒറ്റപ്പെട്ടതായ വിഷയങ്ങളുടെ മുഖങ്ങളെ തൊട്ട് ഉള്ള മറകളെ നീക്കുന്ന രൂപത്തിൽ, എന്ന് വെച്ചാൽ ആ റിസാലത്തു ശംസിയയിൽ അന്തർലീനമായി കിടക്കുന്നതായ മന്ദിക്കിയായ മസ്അലകൾ, ആ മന്ദിക്കിയായ മസ്അലകളെ വ്യക്തമായ രൂപത്തിൽ വെളിവാക്കുന്ന ശരഹ്, വ്യക്തമായ രൂപത്തിൽ വെളിവാക്കുന്നതായ ശരഹിനെ എന്ത് ചെയ്ത്? ശരഹ് ഞാൻ ശരഹ് ചെയ്തു. അതോടുകൂടി പിന്നെന്താ പ്രത്യേകത? വനാത്ത ആലി അല മഅക്കിദി ഖവായിദിഹ, മഅക്കിദി ഖവായിദിഹ. മാത്രമല്ല വനാത്ത തൂക്കിയിട്ടിരിക്കുന്നു. വനാത്ത എന്ന് പറഞ്ഞാല് തൂക്കിയിട്ടിരിക്കുന്നു ആ ശരഹ്. എന്തിന്? അല്ല ആലി മുത്തുകളെ, അല്ല ആലി മുത്തുകളെ, പോയിന്റുകളെ. ഏതിന്റെ മേലിൽ? അല മഅഖിദി ഖവായിദിഹ, അല മഅഖിദി ഖവായിദിഹ. ആ റിസാലത്തു ശംസിയിലെ കായിദകളിൽ നിന്ന്, കായിദകളാകുന്ന മഅഖദുകളുടെ മേലില് ആ മുത്തുകളെ തൂക്കിയിട്ടിരിക്കുന്നു, തൂക്കി ഇട്ട് ഇരിക്കുന്നു. മഅഖിദ് ഇവിടെ ഇപ്പം അതിപ്പോ അങ്ങനെ പറഞ്ഞത് ഏതടിസ്ഥാനത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞാല്, നേരെ മഅഖദ് എന്ന് പറഞ്ഞ പെരടിന്നാണ്. കായിദകളുടെ പെരടിയില് മുത്തുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് തൂക്കിയിട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ മുത്തുകളെ തൂക്കിയിടുക എന്ന് പറഞ്ഞാല് കായിദകളാകുന്ന കായിദകളുടെ പിന്നെ പെരടികളുടെ മേലില് മുത്തുകളെ തൂക്കിയിടുക എന്ന് പറഞ്ഞാല്, അതായത് പെരടിയില് ആഭരണങ്ങളും അതുമൊക്കെ ചാർത്തിയാൽ കാണാൻ നല്ല രസമുണ്ടാവും. ആ പെരടിയെ കാണാൻ നല്ല രസമുണ്ടാവും, ആ കഴുത്ത് കാണാൻ നല്ല രസമുണ്ടാവും. അപ്പൊ അതേപോലെ ഒരു ഓതുന്നവർക്കും പഠിക്കുന്നവർക്കും പെട്ടെന്ന് ശരഹ് കാണുമ്പോഴും അത് പഠിക്കുമ്പോഴും നല്ല രസമുണ്ടാവും, കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടാവും. അതേ രൂപത്തിലുള്ള ഒരു ശരഹാണ് ഞാൻ ശരഹ് ചെയ്തത്. മാത്രമല്ല വലമംതു ഇലൈഹ, ഈ പറയപ്പെട്ടതായ റിസാലത്തു ശംസിയയിലേക്ക് ഞാൻ ചേർക്കുകയും ചെയ്തു. എന്തിനെയാണ് ഞാൻ ചേർത്തിയത്? മിനൽ അബ്ഹാത്തി ശരീഫത്തി, ശരീഫായ ഒരുപാട് ചർച്ചകള്, ശരിയായ ചർച്ചകൾ. ഈ ചർച്ച തന്നെ എങ്ങനത്തെ ചർച്ചകള്? വിചിന്തനം ചെയ്തുകൊണ്ടുള്ള ചർച്ച. ജസ്റ്റ് കേവലം ഒരു നോട്ടത്തിൽ നിന്നുണ്ടാകുന്ന വയസ്സല്ല. ഇതിന്റെ യഥാർത്ഥ, ഈ റിസാലത്തു ശംസിയന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടുള്ളതായ വിവരണം, അതിന്റെ വിശദീകരണം, ആ വിശദീകരണത്തിനെ ഞാൻ എന്ത് ചെയ്ത് ചേർത്തി. അപ്പൊ വലമംതു ഇലയ്യ, ഈ റിസാലത്തു ശംസിയയിലേക്ക് ചേർത്തി. മിനൽ അബ്ഹാത്തി ശരീഫത്തി, ശരീഫായ ചർച്ചകളിൽ നിന്നിട്ടും, വന്നുക്കത്തിൽ ലതീഫ, ലതീഫായ ഫായിദകളിൽ നിന്നും, നുക്തത്തിന്റെ ജമ്മാണ് നുക്കത്ത്, ആ ഫായിദകളിൽ നിന്നും എന്ത് ചെയ്ത് ഞാൻ ചേർത്തി. എന്തിനെ? മാ ഖലത്തിൽ കുതുബു,
മാ ഖലത്തിൽ കുത്തുബു മിൻഹു, അതായത് മാ ഒരു വിഷയത്തെ, എങ്ങനത്തെ വിഷയമാണ് ഖലത്തിൽ കുത്തുബു, മറ്റു മന്ദിക്ക് ഗ്രന്ഥങ്ങൾ ഒഴിവായിരിക്കുന്നു, മിൻഹു ആ വിഷയത്തെ തൊട്ട് ഒഴിവായിട്ടുണ്ട്. അപ്പൊ മറ്റു മന്ദിക്ക് കിതാബുകൾ വിവരിക്കാത്തതായ പല വിഷയങ്ങളെയും ഞാൻ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടെ ഏത് സ്ഥിതിയില് വലാ ബുദ്ധ മിൻഹു, അത് അത്യാവശ്യമായതാണ്, ഞാൻ വെറുതെ അങ്ങനെ കൊണ്ടുവന്നതല്ല. ആ ഫായിദകളും ആ ചർച്ചകളൊക്കെ സത്യത്തിൽ ആവശ്യമായതാണ്. ആ ആവശ്യമായ ഫായിദകളൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഏതായാലും ശരി, ഞാൻ എന്ത് ചെയ്ത് അതിലേക്ക് ഒരുപാട് ഫായിദകളെ ഞാൻ എന്ത് ചെയ്ത് ചേർത്തി. എങ്ങനെയാണ് ഞാൻ ആ ഫായിദകളെ ചേർത്തിയതും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ശറഹ് ചെയ്തതും, ബിഇബാറത്തിൻ ദായികത്തിൻ തുസാബികു മആനി അൽഅദ്ഹാൻ വതക്രീറാത്തിൻ ശായിഖ യുഅ്ജിബു ഇസ്തിമാഉഹാ അൽഅദാൻ വസ്സാ. അതായത് ബിഇബാറത്തിൻ, ചില ഇബാറത്തുകളോട് കൂടെ, ചില ഇബാറത്തുകളെ കൊണ്ട്. എങ്ങനത്തെ ഇബാറത്തുകളാണ്? റായിക്കത്തിൻ, അത്ഭുതകരമായ ഇബാറത്തുകൾ. ഒരാൾക്കും അതിന്റെ മഹത്വം പറഞ്ഞവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ ഇബാറത്തുകളുടെ പവിത്രതയെ മറച്ചുവെക്കാനോ കഴിയാത്ത രൂപത്തിലുള്ളതായ ഇബാറത്തുകൾ. പിന്നെങ്ങനത്തെ ഇബാറത്തുകളാണ്? തുസാബിഖു മആനിഹൽ അദ്ഹാൻ, തുസാബിഖു മആനിഹൽ അദ്ഹാന, തുസാബിഖു മആനിഹ അൽ അദ്ഹാന. അതായത് തുസാബിഖുൽ മആനിയൽ അദ്ഹാന, അതായത് ഹൃദയങ്ങളിലേക്ക്, എന്തല്ലേ, ഹൃദയങ്ങളിലേക്ക് അതിന്റെ മാനകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മുങ്കടക്കും. അതേ രൂപത്തിലുള്ളതായ ആ ഇബാറത്തിന്റെ മാനകൾ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും, മുങ്കടക്കും. ഹൃദയത്തിൽ പെട്ടെന്ന് സ്ഥലം പിടിക്കും, പെട്ടെന്ന് ഹൃദയത്തിലേക്ക് സ്ഥലം പിടിക്കും. തസ്വിരു മആനിയ ഇലൽ അദ്ഹാനി എന്നുള്ള ഖബല തവജ്ജുഹിൽ അദ്ഹാൻ എന്ന് പറയാം. ഹൃദയം അതിലേക്ക് തവജ്ജുഹാകുന്നതിന്റെ മുമ്പ് തന്നെ ഹൃദയത്തിലേക്ക് ആ മാനകൾ അവൾ എന്തു ചെയ്യും, സ്ഥലം പിടിക്കും. അതേ രൂപത്തിലുള്ള അപ്പൊ അതാ പറഞ്ഞത് വതക്രീറാത്തിൻ ശായിഖ്. മാത്രമല്ല വതക്രീറാത്തിൻ, ചില വിവരണങ്ങൾ. വതക്രീറാത്തിൻ എന്ന് പറഞ്ഞാല് ചില വിവരണങ്ങളും. എങ്ങനത്തെ വിവരണങ്ങളാണ്? അതായത് ഷായിഖത്തായ ചില വിവരണങ്ങൾ, നല്ല വിവരണങ്ങൾ, ഹസനത്തായ വിവരണങ്ങൾ. എങ്ങനത്തെ ഹസനത്തായ വിവരണങ്ങളാണ്? യുഅ്ജിബു ഇസ്തിമാഉ അൽ അദാൻ, യുഅ്ജിബു ഇസ്തിമാഉഹ, ആ വിവരണങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അത്ഭുതപ്പെടുത്തും. എന്തിനെ അത്ഭുതപ്പെടുത്തും? എന്തിനെയാണ് അത്ഭുതപ്പെടുത്തുക? അൽ അദാന, ഹൃദയങ്ങൾ. അൽ അദാന, ചെവികൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെടുത്തും, ചെവികളെ അത്ഭുതപ്പെടുത്തും. എന്നൊരു വസമ്മൈതുഹു, ആകയാൽ ആ ഉണ്ടാക്കുന്ന ശറഹിനക്ക് ഞാൻ പേര് വെച്ചു. വസമ്മൈതുഹു, ആ ശറഹിനക്ക് ഞാൻ പേര് വെച്ചു. എന്താ വെച്ച പേര്? ബിതഹരീരിൽ ഖവായിദിൽ മന്തിഖിയ്യത്തി ഫീ ശറഹി ദിസാലത്തി ശംസിയ എന്ന് പേര് വെച്ചു. ബിതഹരീരിൽ മന്തിഖിൽ ഖവായിദ, മന്തിഖിയായ കായിദകളെ തഹരീറാക്കുക. ഇത് തഹരീറാക്കുക എന്ന് പറഞ്ഞാൽ തഹ്ലിയത്തു ബയാനിഹ അനിൽ ഹശിബി വസ്സവായിദീന, സായിദകളെ തൊട്ടും ഹശിബിനെ തൊട്ടും അതിന്റെ വിവരണത്തിന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. തഹ്ലിയത്തു ബയാനിഹ അനിൽ ഹശിബി വസ്സവായിദി, ഇതാണ് തഹരീർ. തഹരീർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എഡിറ്റ് ചെയ്യാം, അതാണ്. അപ്പൊ ബിതഹരീരിൽ ഖവായിദിൽ മന്തിഖിയ്യത്തി ഫീ ശർഹി ദിസാലത്തി ശംസിയ, അതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകും, ഇനി വേറൊരു വിഷയത്തേക്ക് കടക്കാൻ പോവുകയാണ്. വഖദംതു ബിഹി, വഖദംതു, ഞാൻ എന്ത് ചെയ്ത്? ഒരു ഖാദിമായി മാറി. ഈ ശറഅ് കൊണ്ട് ഞാൻ ഒരു ഖാദിമായി മാറി. വഖദംതു ബിഹി,
ഞാനൊരു ഖാദിമായി മാറി. എവിടെയാണ് ഖാദിമായി നാം മാറിയത്? വഖദംതു ബിഹി, ഞാൻ ഇതൊരു ഖാദിമായിട്ട് ഞാൻ മാറി, ഒരു സേവകനായി മാറി. എവിടെയാണ്? ആലിയ ഹൽറത്തി മൻ ഖസ്സഹുല്ലാഹു തആല, അള്ളാഹു പ്രത്യേകമാക്കിയ ഒരുത്തന്റെ ഉന്നതമായ സന്നിധിയില് ആ സമാഹത്ത്, അവിടുത്തെ ആ സമാഹത്തില് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഖാദിമായി മാറി. ഈ ശറഇന്റെ കാരണമായി ഞാനൊരു ഖാദിമായി മാറി. എന്തുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നത്? ബിൻ നഫ്സിൽ ഖുദ്സിയ്യ. ഏതുകൊണ്ടാണ് പ്രത്യേകമാക്കിയത്? ബിൻ നഫ്സിൽ ഖുദ്സിയ്യത്തി, ഖുദ്സിയായ നഫ്സ് കൊണ്ടിട്ട്, പരിശുദ്ധമായ നഫ്സ് കൊണ്ടിട്ട്. എങ്ങനത്തെ പരിശുദ്ധമായ നഫ്സാണ്? അദ്ദിയാസിയ്യത്ത്, ദിയാസിയ്യത്ത് കൊണ്ടും പ്രത്യേകമായ. സിയാസിയത്ത് എന്ന് പറഞ്ഞാൽ നേതാവാകുക. എങ്ങനത്തെ റിയാസിയത്ത്? അൽ ഇൻസിയത്ത്, അഥവാ മനുഷ്യനിലേക്ക് ചേർക്കപ്പെടുന്ന. അപ്പൊ ഇൻസിയായ ആ നേതാവാവല് കൊണ്ടും പ്രത്യേകമായ ഒരുത്തരിലെ ഒരു വ്യക്തിയുടെ സന്നിധിയിലേക്ക്. എന്ന് വെച്ചാൽ പഴയകാലത്തൊക്കെ കിതാബ് ഉണ്ടാക്കിയാല്, ഇപ്പൊ നമ്മളൊക്കെ പ്രകാശനം ചെയ്യാറുള്ളത് പോലെ, നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ച് പ്രകാശനം ചെയ്യാറുള്ളത് പോലെ ഒരു കോപ്പി അന്ന് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരാളുടെ മുന്നിൽ സമർപ്പിച്ചു. അത് പതിവായിരുന്നു മുസ്ലിമീങ്ങളെ. ആ രൂപത്തിലപ്പോ ഈ പറഞ്ഞത്. അപ്പൊ ആ സമർപ്പിക്കപ്പെടുന്നതായ ആ വ്യക്തിത്വത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയാണ്. മാത്രമല്ല വജഅലഹു ബിഐസു യതസാഅദു ബിതസാഉദി റുതുബതിഹി മറാത്തിബദ് ദുനിയാ വദ്ദീൻ. വജഅലഹു, അല്ലാഹു തആല ആക്കുകയും ചെയ്തിരിക്കുന്നു ആ ഒരുത്തനെ, ബിഐസു, ഒരു രൂപത്തിൽ ആക്കി, യതസാഅദു ബിതസാഉദി റുതുബതിഹാ, യതസാഅദു ബിതസാഉദി റുതുബതിഹി, അവരുടെ ഉന്നതമായ, അവരുടെ യതസാഅദു ബിതസാഉദി റുതുബതിഹി, ഉന്നതമായ പിന്നെ സ്ഥാനം, ആ സ്ഥാനത്തിന്റെ ഉയർച്ച കാരണമായി ഉയരുന്ന രൂപത്തിന്. എന്താണ് ഉയരുക? മറാത്തിബുദ്ദുന്യാ വദ്ദീൻ, മറാത്തിബുദ്ദുന്യാ വദ്ദീൻ, ദുന്യാവിന്റെയും ദീനിന്റെയും മർത്തബകൾ, ദുന്യാവിന്റെയും ദീനിന്റെയും മർത്തബകൾ എന്ത് ചെയ്യും? ഉയരും അതേ രൂപത്തിൽ. മാത്രമല്ല ദൂന സുദാദി സുറാദികാതി ദൗലതിഹി ലിഖാബുൽ മുലൂകി വസ്സലാത്തീൻ. വയതതൗതൗ, താഴ്മ ചെയ്യും. ദൂന സുറാദികാതി ദൗലതിഹി, അവരുടെ ആധിപത്യമാകുന്ന ആ സിംഹാസനം, ആ കൂടാരം, ആധിപത്യമാകുന്ന കൂടാരത്തിന്റെ അടുത്ത് താഴ്മ ചെയ്യുന്നതാണ്. ആരാണ് താഴ്മ ചെയ്യുക? ഇഖാബുൽ മുലൂക്കി വസ്സലാത്തീൻ, വലിയ വലിയ രാജാക്കന്മാരുടെ പെരടികൾ. വലിയ വലിയ രാജാക്കന്മാരും ആ ഹദറത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? വിനയം ചെയ്യും, താഴ്മ ചെയ്യും. അത്രക്കും അറിയപ്പെട്ടതായ, റെസ്പെക്റ്റഡായ ഒരു വ്യക്തിത്വമാണ് ഈ പറയപ്പെട്ട ആള്. ആളാരാ? വഹുവൽ മഖ്ദൂമുൽ അഅ്ളം, അഅ്ളമായ മഖ്ദൂം. പിന്നെ അങ്ങനത്തെ ആളാണ് ദസ്തൂറു ആലിമിൽ ഉസറാഇൽ ആലമീൻ, ലോകത്തിലുള്ള വലിയ വലിയ മന്ത്രിമാരിലെ എന്തായ ദുസ്തൂറായ, ദുസ്തൂർ എന്ന് പറഞ്ഞാല് പിന്നെ വലിയ മന്ത്രി, എല്ലാ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയായ വലിയ മന്ത്രി, അഭയകേന്ദ്രമായ, അങ്ങനെയും പറയാം, എല്ലാ മന്ത്രിമാരുടെയും അഭയകേന്ദ്രമായ. മാത്രമല്ല സ്വാഹിബു സൈഫി വൽ ഖലം,
സൈഫിന്റെയും കലമിന്റെയും ഉടമസ്ഥനായ, എന്ന് വെച്ചാല് ശത്രുക്കളെ എഴുത്തുകൊണ്ടും അതുപോലെ തന്നെ വാളുകൊണ്ടും നേരിടാൻ ആ നല്ല ത്രാണിയും തന്റേടവും കഴിവുമുള്ളതായ വ്യക്തി. പിന്നെയോ സിബാക്കുൽ ഗായത്തി ഫീ നസ്ബി റായാത്തി സഅദത്തിൽ ബാലിഗി ഫീ ഇശാഅത്തിൽ അദ്ലി വൽ ഇഹ്സാൻ. പിന്നാരാണ് സിബാക്കു, സിബാക്കായ, സിബാക്കു എന്ന് പറഞ്ഞാല് മുൻകടന്നതായ ആള്, സിബാക്കു മുൻകടന്നതായ ആളായ, മറികടക്കുന്നവര്. ഏതിനെ? അയഗായാത്തി ഉന്നതമായ ഭാഗങ്ങളിലേക്ക്, ദർജകളെ മറികടക്കുന്ന, എല്ലാറ്റിനെയും ഒതുക്കി നിർത്താനുള്ള കഴിവുള്ള ഉന്നതമായ സ്ഥലത്തിലേക്ക് എത്തിച്ചേരുന്ന, മൊത്തത്തിൽ പറഞ്ഞാല് കമാൽ, അതായത് ഗായത്തുൽ കമാലാത്തിന്റെ മാന, ഗായത്തുൽ കമാലാത്ത്. ഏത് വിഷയത്തിലാണ് ആ കമാലിയത്തുള്ളത്? ഫീ നസ്ബി റായാത്തി അസ്സആദത്തി, അല്ലെ, ഫീ നസ്ബി റായാത്തി സആദത്തി, അതായത് വിജയമാകുന്ന, റായാത്ത് എന്ന് പറഞ്ഞാല് വൈജയന്തികൾ, അതായത് കൊടികളെ. നസ്ബ് എന്ന് പറഞ്ഞാൽ നാട്ടുക, എങ്കിൽ അതിനെ പിടിക്കുക, അതിനെ കൈവശപ്പെടുത്തുക. ആ കൈവശപ്പെടുത്തുന്നതിൽ മുന്നണിയായി നിന്നിരുന്ന, മാത്രമല്ല അൽ ബാലിഗു ഫീ ഇശാഅത്തിൽ അദ്ലി വൽ ഇഹ്സാൻ, അൽ ബാലിഗു ശക്തിയാക്കുന്നവരായ, ഫീ ഇശാഅത്തിൽ അദ്ലി നീതിയെ, അതായത് നീതിയെ പിന്നെ പരസ്യപ്പെടുത്തുന്നതിൽ, നീതിയെ പരസ്യപ്പെടുത്തുക, സ്പ്രെഡ് ചെയ്യുക, വിതരുക, വൽ ഇഹ്സാനി നന്മയെയും. മാത്രമല്ല അഖ്സൻ നിഹായാത്തി, അഥവാ അഖ്സൻ നിഹായാത്തി എല്ലാത്തിന്റെയും ഉന്നതമായ അറ്റത്തിലേക്ക് എത്തിച്ചവനായ, അൽ ബാലിഗു ഫീ ഇശാഅത്തിൽ അദ്ലി വൽ ഇഹ്സാനി അഖ്സൻ നിഹായാത്തി, ഇഹ്സാനിനെയും അദ്ലിനെയും അഥവാ പരസ്യപ്പെടുത്തുന്ന വിഷയത്തിൽ ഉന്നതമായ സ്ഥാനത്തെ എത്തിച്ചവരായ, അൽ ബാലിഗു അഖ്സൽ നിഹായാത്തി, ഉന്നതമായ ഭാഗത്തെ എത്തിച്ചവരായ. പിന്നെയോ നാദൂറത്തു ദീവാനിൽ വിസാറത്തി ഐനിൽ ഐനായി വിസാറ, നാദൂറത്തു ദീവാനിൽ വിസാറ. നാദൂറത്ത് എന്ന് പറഞ്ഞാൽ മാനേജർ, മേൽനോട്ടം വഹിക്കുന്ന ആള് എന്നൊക്കെ മാനാക്കാണ് നാദൂറത്ത്. ദീവാൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ബുക്ക് എന്ന് പേര് പറയപ്പെടും. വിസാറത്ത് എന്ന് പറഞ്ഞാല് നമുക്കറിയല്ലോ, അതായത് മന്ത്രി അധികാരം, അതായത് മന്ത്രിസഭ എന്നൊക്കെ പറയാം. അപ്പൊ മന്ത്രിസഭയുടെ പിന്നെ ദീവാന്, അതായത് നേതാവായ, അതിന്റെ ഒക്കെ മാനേജറായ, അതിന്റെ ഒക്കെ നടത്തിപ്പുകാരനായ, നാദൂറത്ത് ദീവാനിൽ വിസാരത്തി, മന്ത്രിസഭയാകുന്ന ദീവാനിന്റെ, അവിടത്തെ ഏകയുടെ മന്ത്രിസഭയുടെ നടത്തിപ്പുകാരനായ. പിന്നെങ്ങനത്തെ ആളാണ്? ഐനു അയ്യാനിൽ ഇമാറ, അധികാരമാകുന്ന ഐനുകളുടെ ഐനായ, എന്ന് വെച്ചാൽ അതിന്റെ കണ്ണ്, അതിന്റെ മാനദണ്ഡമായ എല്ലാ ഭരണാധികാരത്തിന്റെ, അതായത് ഭരണാധികാരം പിന്നെ കൈയാളുന്ന വിഷയത്തില് ഏറ്റവും മഹോന്നതരായ. പിന്നങ്ങനത്തെ ആളാണ് അല്ലായുഹു മിൻ ഖുർറത്തിൽ ഖിറായി അല്ലവായു സഅദത്തിൽ അബദിയ. അല്ലായുഹു വെളിവായതായ. എന്താണ് വെളിവായത്? മിൻ ഖുർറത്തിഹി,
മൂപ്പരുടെ ശോഭയിൽ നിന്നിട്ട് ശോഭ 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 ആ ശോഭയിൽ നിന്നിട്ട് വെളിവായതായ എന്താണ് വെളിവായത്? ലവായു സആദത്തിൽ അബദിയ, അബദിയായ ഏത് കാലത്തും നിലനിൽക്കുന്നതായ വിജയത്തിന്റെ ദർശനങ്ങൾ, ആ വിജയത്തിന്റെ ദർശനങ്ങൾ, അതിന്റെ ഭംഗി, അതിന്റെ പവർ ഏത് കാലത്തും എന്ത് ചെയ്യും? വെളിവാകും. മാത്രമല്ല അൽ ഫായിഹു മിൻ ഹിമ്മതിൽ അൽഉല്യായി റവായുൽ ഇനായത്തി സർമദിയ. അൽ ഫായു അടിച്ചു വീശുന്നവരായ, മിൻ ഹിമ്മത്തിഹി മൂപ്പരുടെ മനോകരുത്തിൽ നിന്ന്, അൽഉല്യാ ഉന്നതമായ മനോകരുത്തിൽ നിന്ന് എന്താണ് വെളിവാകുന്നത്? എന്താണ് അതായത് അടിച്ചു വീശുന്നത്? റവായുൽ ഇനായത്തി സർമദിയ, ഒരു കാലത്തും നശിച്ചു പോവാത്ത, മുറിഞ്ഞു പോവാത്തതായ പരിഗണനയുടെ വാസനകൾ എന്ന് വെച്ചാല് മൂപ്പരുടെ ഹിമ്മത്ത് കാരണമായിട്ട് ഇവിടെ അസ്തമിക്കിച്ചു പോവാത്തതായ ചില ദർശനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ലോകത്ത് നിലനിൽക്കുകയുണ്ടായി ഈ പറയപ്പെട്ട വ്യക്തിത്വം കാരണമായിട്ട്. പിന്നെ അങ്ങനത്തെ ആളാണ് മുമഹിദു ഖവായിദിൽ മില്ലത്തി റബ്ബാനിയ, റബ്ബാനിയായ മില്ലത്തിന്റെ കായിദകള് മുമഹിദ് എന്ന് പറഞ്ഞാല് അതിനെ വേണ്ട രൂപത്തില് നിർവഹിക്കുന്ന ആ റബ്ബാനിയായ മില്ലത്ത് ദീന്, ആ പരിശുദ്ധമായ ദീനിന്റെ ദീനങ്ങളെ തംഹീദ് ചെയ്യുന്നവരായ, അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാം, വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ വെക്കേണ്ടത് വെക്കുകയും ചെയ്യുന്നവരായ. പിന്നെയോ മുഅസ്സിസു മബാനി ദൗലത്തി സുൽത്താനിയ, ഉന്നതമായ രാജാധികാരത്തിന്റെ ബിൽഡിങ്ങുകളുടെ അസ്ഥിവാരം ഇടുന്നവരായ, അതിന് തറവാകുന്നവരായ മുഅസ്സിസ്, തറവാകുന്നവര്. കാരണം മൂപ്പരെ കൊണ്ട് ഉന്നതമായ ഒരു അധികാരമാണ് ഈ ലോകത്ത് നിലനിന്നിരുന്നത്. പിന്നെ അങ്ങനത്തെവരാണ് അൽ ആലി, ഏറ്റവും ഉയർന്ന എങ്ങനത്തതായ മുഅസ്സിസാണ്. അൽ ആലി ഇനാനിൽ ജലാലി, അൽ ആലി ഇനാനുൽ ജലാലി റായാത്ത ഇഖ്ബാലിഹി, അതായത് അൽ ആലി ഉയർന്നതായ. എന്താണ് ഉയർന്നത്? ഇനാനുൽ ജലാലി വളർമ്മയാകുന്ന, വളർമ്മയുടെ പിടികയറുകൾ, വളർമ്മയുടെ പിടികയർ ഉയർന്നിരിക്കുന്നു. ഏതിന്റെ മേലാണ് ഉയർന്നതായ, ഏത് രൂപത്തിലാണ് ഉയർന്നിട്ടുള്ളത്? റായാത്തി ഇഖ്ബാലിഹി, അതായത് മൂപ്പരുടെ ഇഖ്ബാല്, അതായത് രംഗപ്രവേശം, മൂപ്പരുടെ രംഗപ്രവേശനത്തിന്റെ റായാത്ത് കൊടികൾ. അപ്പൊ രംഗപ്രവേശനത്തിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളുടെ പേര്, രംഗപ്രവേശനത്തിന്റെ മേൽ അറിയിക്കുന്നതായ കൊടികളുടെ മേല്, റായാത്തിന്റെ മേലില് വളർമ്മയുടെ പിടികയറ് ഉയർന്നവരായ. നേരെ മാന എന്താണ്? ഇനാനി എന്നുള്ളത് ഫായിലാണ്,
ആലിയുടെ ഫായിലാണ്. റായാത്ത് എന്നുള്ളത് നസ്ഖുൽ ഖാഫിദ് മൻസൂബാണ്. അപ്പൊ എങ്ങനെ അർത്ഥം വരും? അൽ ആലി ഇനാനു ജലാലിഹി ആലിയൻ അല റായാത്തി ഇഖ്ബാലിഹി എന്നുള്ള മാന. അൽ ആലി ഇനാനു ജലാലിഹി ആലിയൻ അല റായാത്തി ഇഖ്ബാലിഹി. മനസ്സിലായില്ല? അപ്പൊ മൂപ്പയുടെ ഇഖ്ബാല് എന്ന് തന്നെ ഒരു അഭിമുഖീകരണം. പിന്നെയോ അത്താലി ലിസാനുൽ അഖ്യാലി ആയാത്തു ജലാലിഹി ആയാത്തി ജലാലിഹി. അത്താലി അതായത് ഓതുന്നവരായ, എടുത്തു പറയുന്നവരായ. ഏതാണ് എടുത്തു പറയുന്നത്? ലിസാനുൽ അഖ്യാൽ, വലിയ വലിയ രാജാക്കന്മാരുടെ നാവുകൾ എടുത്തു പറയുന്നുണ്ട്. എന്തിനെയാണ് എടുത്തു പറയുന്നത്? ആയാത്തി ജലാലിഹി, ആ മഖ്ദൂമുൽ ആലമിന്റെ മഹത്വത്തിന്റെ തെളിവുകളെ എടുത്തിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനത്തെവരായ വല്ലല്ലാഹു അപ്പൊ അത്താലി ലിസാനുൽ അഖ്യാലി ആയാത്തി ജലാലിഹി. അതേപോലെ ളില്ലുല്ലാഹിൽ ആലമീൻ, ലോകയുടെ മേൽ അല്ലാഹുവിന്റെ ഒരു തണലുമായ. മൽജഉൽ അഫാദിലി വൽ ആലമീൻ, ശ്രേഷ്ഠവാന്മാരുടെയും ലോകരുടെയും അഭയകേന്ദ്രവുമായ. ശറഫുൽ ഹഖ് വദ്ദൗലത്തി വദ്ദീൻ, ഹഖിന്റെയും ആധിപത്യത്തിന്റെയും ഷറഫായ. മാത്രമല്ല റഷീദുൽ ഇസ്ലാമി വ മുർഷിദുൽ മുസ്ലിമീൻ, റഷീദുൽ ഇസ്ലാമി വ മുർഷിദുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവരായ, ഇസ്ലാമിന്റെ സന്മാർഗദർശിയുമായ ആളെ പേരെന്താ? അൽ അമീർ അഹ്മദ് എന്നാണ്. അത് സംബന്ധമായി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക്